നമസ്കാരം. എടാ, സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും നിലവിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ഓപ്ഷൻ ഒരു ചേഞ്ചും വരാത്ത വിദ്യാർത്ഥികളും ഒക്കെയുണ്ട്. അപ്പോൾ ഇവരൊക്കെ നിരവധി സംശയങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനും മറക്കരുത്. നിലവിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നത് ഒത്തിരി വിദ്യാർത്ഥികളാണ്. അവരിൽ പലരും ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി ടെമ്പററി ആയി അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരാണ്. മറ്റു ചിലർ ഫസ്റ്റ് അലോട്ട്മെന്റിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെന്റിലും അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്തിരുന്ന വിദ്യാർത്ഥികളുമാണ്. അപ്പോൾ ആദ്യം ടെമ്പററി അഡ്മിഷൻ എടുത്തവരുടെ കാര്യം പറയാം. ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിലവിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതും ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയി മാത്രമേ അഡ്മിഷൻ എടുക്കുവാൻ കഴിയൂ. ഇനി ഫസ്റ്റ് ഓപ്ഷന് താഴെയുള്ള മറ്റേത് ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ വീണ്ടും ടെമ്പററി ആയി അഡ്മിഷൻ എടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, സെക്കൻഡ് അലോട്ട്മെന്റിൽ ചേഞ്ച് വരാത്ത വിദ്യാർത്ഥികൾ. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെ പെർമനന്റ് ആയി അഡ്മിഷൻ എടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, നിങ്ങൾക്ക് വീണ്ടും നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഒരു പക്ഷേ സ്കൂളിൽ നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്, അഡ്മിഷൻ എടുക്കുന്നുണ്ടോ അതോ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ എന്ന് ചോദിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി മറുപടി പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത അലോട്ട്മെന്റിൽ കൂടി നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗ്യം ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കാം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിലും പ്രതീക്ഷിച്ചു സാർ, സെക്കൻഡ് അലോട്ട്മെന്റിലും പ്രതീക്ഷിച്ചു, പക്ഷെ ഇതുവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഏക ഓപ്ഷൻ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. തേർഡ് അലോട്ട്മെന്റ് ജൂൺ 29 പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നിലവിൽ ആ സ്കൂളിൽ കിട്ടിയ റാങ്ക്, സ്കൂളിൽ വിളിച്ച ലാസ്റ്റ് റാങ്ക് ഇതാണ്, എന്റെ റാങ്ക് ഇത്രയാണ്, അപ്പൊ എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ്. അവർക്കുള്ള ഉത്തരമാണിത്. നമുക്കിപ്പോ സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന സമയത്തും ഏകദേശം 20 റാങ്കിന്റെ വ്യത്യാസം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പോലും ഉണ്ടായിരുന്നു. അവർക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. നിലവിൽ ഒരു 10, 14 മാക്സിമം 20 സീറ്റിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആ സ്കൂളിലെ വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ടോട്ടൽ സീറ്റ് എത്രയാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ എത്ര വരെ ഫില്ലായി പോയിട്ടുണ്ട്, അപ്പൊ ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ എത്ര വരെ ഫില്ലായിട്ടുണ്ട്, ഇനി വേക്കന്റ് എത്ര ഉണ്ട്, ഇനി അവിടെയും ടെമ്പററി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ മേ ബി അടുത്ത അലോട്ട്മെന്റിൽ സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ പോകാം. അപ്പോൾ വീണ്ടും സീറ്റ് വേക്കന്റ് ആവും. അപ്പോൾ ടോട്ടൽ വേക്കന്റ് സീറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടൂ. പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനാണ്, നമുക്കൊന്നും അതിൽ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളൂ. ഇനി ഇവിടെ ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നില്ല, മറിച്ച് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെന്റ് ജൂൺ 29 നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം +1 ക്ലാസ്സുകൾ തുടങ്ങുകയും +1 ക്ലാസ്സുകൾക്ക് ശേഷമായിരിക്കും സപ്ലിമെന്ററി ആൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റുകൾ വരിക. അപ്പോൾ സപ്ലിമെന്ററി വരുന്ന സമയത്ത് നിലവിൽ അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും അവരുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി അപ്ലൈ ചെയ്യാനും എല്ലാവർക്കും ഒന്നുകൂടി അപ്ലൈ ചെയ്യുവാനുമുള്ള സാധ്യതകൾ ലഭിക്കും. അവിടെയും സീറ്റ് വേക്കന്റ് ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂ. പിന്നീട് പ്യുവർലി നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും. സോ അടുത്ത അലോട്ട്മെന്റുകൾക്കായി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം. ഇനി അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ, അതിനനുസരിച്ചിട്ടുള്ള ഇപ്പൊ മാർക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇനി ചിലപ്പോൾ അഡ്മിഷൻ കിട്ടില്ല എന്ന് തോന്നുന്ന കുട്ടികളുണ്ടെങ്കിൽ മറ്റ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തൽക്കാലത്തേക്ക് പഠിക്കുവാൻ കഴിയുന്ന കോഴ്സുകൾ ഏതെങ്കിലും ഉണ്ടെന്ന് തിരഞ്ഞെടുത്ത് അതിന്റെ അഡ്മിഷനുമായി കൂടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്കൂളുകൾ മാത്രം വെക്കാതെ മാക്സിമം നിങ്ങളുടെ ലൊക്കാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി വരാൻ കഴിയുന്ന ലൊക്കാലിറ്റിയിലുള്ള എല്ലാ സ്കൂളുകളിലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചിട്ട് എവിടെയെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. അത് നിങ്ങൾ കളയരുത്. അപ്പോൾ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള വേവലാതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കുമുണ്ട്.
എല്ലാവർക്കും അഡ്മിഷൻ കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ കിട്ടാതെ വരരുത് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ. അപ്പോൾ ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഡയറക്റ്റായി നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ടെയിൽസ് ഓഫ് സ്റ്റുവർട്ട് എന്ന ഇൻസ്റ്റഗ്രാം ചാനൽ ഫോളോ ചെയ്ത് എനിക്കതിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നൽകുന്നതാണ്. വീഡിയോ ഉപകാരമായാൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. അഡ്മിഷന് വേണ്ടി വിഷമിച്ചിരിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, സംശയങ്ങളാൽ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പേരൻസിനുമൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്ത് ഒരു ക്ലാരിറ്റി വരുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ശരി.